പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അത്തം പത്തിന് പൊന്നോണം ഒത്തു പാടുക നമ്മൾ, ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ. യെസ്, അപ്പോൾ ഇത്തവണത്തെ ഓണം 2024 എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ റിച്വൽസും ഞാൻ നൈസായിട്ടൊന്ന് ഫോണിൽ പകർത്തിയായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിച്വൽസൊക്കെ അമ്മ അച്ഛനും ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഇത് എന്താ ഏതാ എങ്ങനെയാണെന്ന് ഒന്നും അറിയണ്ടാവില്ല. സോ ഞാനതെല്ലാം കൂടെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചു. വർഷത്തിനൊരിക്കലും തൻ്റെ പ്രജകളെ കാണാനായിട്ട് വൺ ടൈം ഇൻ എ ഇയർ പോളിസി അല്ലെങ്കിൽ വൺ ടൈം ഇൻ എ ഇയർ എന്നുള്ള ഒരു അപേക്ഷ ഗ്രാൻഡായിക്കിട്ട് മിസ്റ്റർ മഹാബലി തമ്പുരാൻ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നുള്ള ഒരു വിചാരത്തിലാണ് നമ്മൾ ഈ റിച്വൽസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാഴയിലെല്ലാം മുറിച്ച് വെച്ച്, വിളക്ക് വെച്ച്, ചന്ദനത്തിരി വെച്ച്, മഹാബലിയുടെ ഫിഗറിൻസ് എല്ലാം വെച്ചിട്ട് വീടിൻ്റെ പുറത്തുനിന്ന് വീട്ടിലേക്ക് ഒരു ആനയിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരു റിച്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ റിച്വൽസിൻ്റെ കൂടെ നമ്മളിടുന്ന ഒരു സാധനമാണ് തുമ്പപ്പൂ നമ്മൾ അണിയിച്ച് കൊണ്ടുവരും. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും, ബാക്കി എനിക്ക് ഓർമ്മയില്ല. സോ ബാക്ക് ടു നമ്മുടെ വ്ളോഗിങ്. അങ്ങനെ തുമ്പപ്പൂ എല്ലാം അണിയിച്ച്, പിന്നെ ഓണം കൊള്ളാൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കൂവുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അച്ഛൻ എന്തിനാ ഈ വാളൊക്കെ എടുത്തുകൊണ്ട് വരുന്നതെന്ന് ആലോചിക്കണമെങ്കിൽ ആരും പേടിക്കണ്ട, ഇതൊരു തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഗൈസ്. അങ്ങനെ തേങ്ങ എല്ലാം പൊട്ടിച്ച് വയ്ക്കും. ഇപ്പം ഈ സൈഡിൽ കാണുന്ന ആളാണ് എൻ്റെ അപ്പൂട്ടൻ. ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഏകദേശം 2 വർഷമായി. അവനും വിചാരിക്കും ഈ ആൾക്കാർ എന്തെന്നാണ് രാവിലെ എണീച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവൻ ആലോചിക്കുന്നുണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ്, ബാക്ക് ടു ടോപ്പിക്. പിന്നെ നമ്മൾ ഈ കാണുന്ന വച്ചേക്കുന്ന സാധനങ്ങളുടെ കൂടെ നമ്മൾ അട വയ്ക്കും. ചില സ്ഥലങ്ങളിൽ അവലും മലരൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. രാവിലെ ആയപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തു. അപ്പോൾ രാവിലെ ഇതാണ് അവസ്ഥ. പിന്നെ ശരിക്കും രാവിലത്തെ റിച്വൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ചമ്പലത്തിൽ പോകുന്നത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ട്, ഞങ്ങൾ പിള്ളേർ കുറച്ച് നേരം ഉറങ്ങി വന്നിട്ട് പിന്നെ അടയൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി വന്നിട്ട് അടയൊക്കെ കഴിച്ച്, അങ്ങനെ ഓണം കോളും പിന്നെ സദ്യ, പിന്നെ ഫാമിലി എല്ലാവരും വരും. അങ്ങനെ ഫോട്ടോ അമ്പലത്തിൽ പോയപ്പെടുത്താണ്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ഓണം 2024 ഔട്ട്ഫിറ്റ്. ചെറുതായിട്ട് സെറ്റ് മുണ്ടും സെറ്റ് സാരി നിന്ന് മാറി ചിന്തിച്ചു. അപ്പോൾ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ലൈക്ഡ് മൈ മിനി വ്ളോഗ്. അൻറ്റിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.